നാടൻ മുരിങ്ങയിലക്കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസി ആയിട്ടുള്ള ഈ മുരിങ്ങയിലക്കറി ഉണ്ടാക്കുന്ന നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. നാടൻ മുരിങ്ങയില കറി വെക്കുന്നതിന് ഞാൻ ഒരു പിടി മുരിങ്ങയിലയെല്ലാം നല്ല വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ മുരിങ്ങയില കറി വെക്കുന്നതിന് ഞാനൊരു 1/2 കപ്പ് പരിപ്പ്, നല്ലപോലെ സാമ്പാറിൻ്റെ പരിപ്പാണ്, നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിലേക്കൊരു 5 ഉള്ളി ഞാൻ കീറിയിട്ടിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും അതുപോലെ കീറിയിട്ടിട്ടുണ്ട്. മുരിങ്ങയില കറി വെക്കുന്നതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല. നമുക്ക് നെയ്യൊക്കെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് വെന്തെടുക്കാം. പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അരപ്പരച്ചെടുക്കാം. ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരപ്പ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പരിപ്പ് നമുക്ക് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തവി കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ കിടക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കിയിട്ട് നമ്മൾ അടർത്തിയെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഒന്ന് ഇട്ട് ഒന്ന് ആവി കയറ്റാം. ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഇതിൻ്റെ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അരപ്പ് തിളയ്ക്കാൻ പാടില്ല. മുരിങ്ങയില നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് തിളച്ചപ്പോഴേ അതിന് ആവി കയറുമ്പോഴേ ഇല വേകും. നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറും കൂടെ കഴുകിയ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കറി തിളക്കരുത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില കറി റെഡി ആയിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ട്. കറി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ താളിച്ചും കൂടെ കൊടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. പൊട്ടിയ കടുകിനകത്തേക്ക് നമുക്ക് ഒരു 3 ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. നന്നായിട്ട് മൂപ്പിച്ച ഉള്ളിയും കൂടെ നമുക്ക് ഈ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില പരിപ്പ് കറിയാണ് റെഡിയായിരിക്കുന്നത്. കുട്ടികൾക്ക് കഴിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ മുളക് ഒന്നും ചേർത്തിട്ടില്ല. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.